തിരുവനന്തപുരം വെങ്ങാനൂരിൽ 14കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെങ്ങാനൂർ സ്വദേശിയായ ശബരിനാഥ് അനുഷ ദമ്പതികളുടെ മകൻ ആലോഹനാഥാണ് മരിച്ചത്. കഴുത്തിൽ തൂങ്ങിയതിന് സമാനമായ പാടുകളുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഇതിനോടകം തന്നെ ഈ മരണത്തിലൊരു വ്യക്തത വരുത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ കഴുത്തിൽ പാടുകൾ ഉണ്ടായത് എന്നുള്ള കാര്യത്തിലുള്ള ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? വെങ്ങാനൂരിലാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അലോക്നാഥ് എന്ന കുട്ടിയാണ് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ ശരീരത്തിൽ പാടുകളുണ്ട്. രാവിലെ 6 മണിയോടുകൂടി മുറിയിലെത്തിയ അമ്മയാണ് ഈ മകനെ തറയിൽ കിടക്കുന്ന നിലയിൽ കണ്ടത്. വീട്ടിലെ സഹായിക്കാൻ എത്തുന്ന നഴ്സ് കൂടിയായ യുവതിയുടെ സഹായത്തോടുകൂടി പ്രാഥമിക വൈദ്യസഹായമൊക്കെ നൽകി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിക്കുകയായിരുന്നു. മുറിയിലെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. അലോക്നാഥിന്റെ അച്ഛൻ ഗൾഫിലാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അമ്മയ്ക്കും UKG പഠിക്കുന്ന സഹോദരിക്കും ഒപ്പമാണ് ഈ കുട്ടി താമസിച്ചിരുന്നത്. ഇവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റു ഉള്ളവരും. ഈ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ അലോക്നാഥിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ പറയുന്ന ഒരു കാര്യം. എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. മൊബൈൽ ഫോൺ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന കുട്ടിയാണ്. ശരീരത്തിൽ ചില പാടുകളുണ്ട്. കഴുത്തിലൊക്കെ ചെറിയ പാടുകളുണ്ട്. ഇത് ഷോക്ക് ഏറ്റതാണോ തൂങ്ങി മരിച്ചതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിലൊന്നും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും അന്വേഷിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്ന മറുപടി. ദേവി. ശരി രശ്മി.